Hello friends, it's me Ancy and welcome back to my channel. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ എയിംസ് എക്സാം വരുവാണല്ലേ. എയിംസ് നോർസെറ്റ് 2021 നവംബർ 20 എക്സാം ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പഠിച്ച് തുടങ്ങി കാണും. അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം, എല്ലാം കൂടെ പഠിക്കണോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതിയോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലേ. അങ്ങനെയുള്ള നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഒരു 25 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ്. എങ്ങനെയൊക്കെ നമ്മുടെ എല്ലാ സബ്ജക്റ്റിനെയും കൂടെ കോംപ്രിഹെൻസ് ആയിട്ട് എത്ര ദിവസം നമുക്ക് ഓരോ സബ്ജക്റ്റിനും കൊടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ടൈം ടേബിൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു 25 ഡേയ്സിൻ്റെ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു തരാം, അതിനുശേഷം ഞാൻ ടൈം ടേബിൾ കൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് അതിൻ്റെ സിലബസിനെ പറ്റിയാണ്. അപ്പോൾ എയിംസിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നഴ്സിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അരിത്തമെറ്റിക് എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചേർന്നിട്ടാണ് നമ്മുടെ എയിംസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ടോട്ടൽ 200 മാർക്കിനാണെങ്കിലും 180 മാർക്കിന് നഴ്സിംഗ് ക്വസ്റ്റ്യൻസും 20 മാർക്കിന് മാത്രമാണ് GK ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ നഴ്സിംഗ് പാർട്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം 20 ക്വസ്റ്റ്യൻ മാത്രമാണ് GK സൈഡിൽ നിന്നുള്ളത്. ഇനി GK ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ നോക്കി ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടും. കാരണം എല്ലാവർക്കും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലവർ എന്ത് ചെയ്യും, നഴ്സിംഗ് മാത്രം പഠിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വിടാൻ നോക്കും. അപ്പോൾ നമ്മൾ രണ്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഒരുവിധം നല്ലൊരു റാങ്ക് കിട്ടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു ടൈം ടേബിൾ എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റുന്ന വരില്ല. കാരണം ഇപ്പോൾ ഒരു ഫുൾ ഡേ ഉള്ള ഒരാൾക്കും അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നഴ്സിനും ഒരേപോലെ പഠിക്കാൻ പറ്റണമെന്ന് ഇല്ല. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ടൈം ടേബിളിനെ മോഡിഫൈ ചെയ്ത് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പഠിക്കുന്ന സമയം മാക്സിമം പഠിക്കാൻ മാത്രം ശ്രമിക്കുക. ഫോണൊക്കെ മാറ്റി വയ്ക്കുക. പഠിക്കാൻ വേണ്ടി നല്ലൊരു എൻവയോൺമെൻറ്റ് സെലക്ട് ചെയ്യുക, നല്ലൊരു ഗൈഡ് സെലക്ട് ചെയ്യുക. അത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം എക്സാം ഒരു വീക്ക് കഴിയുന്നല്ലേ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ച് കാണും. അപ്പോൾ ഇനി പറയുന്ന അനുസരിച്ച് ഞാനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്ത് നമ്മളിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എനിക്കത് തന്നെ ഇഷ്ടം. കാരണം നമ്മുടെ സമയം നമുക്കേ അറിയാവൂ, നമ്മുടെ പഠിക്കാനുള്ള കഴിവ് എത്ര സമയം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും, അത് നമുക്കറിയാവും. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒരു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ വെച്ച് നിങ്ങൾ അതിനൊന്ന് മോഡിഫൈ ചെയ്യുക. അപ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ എന്തായാലും തിയറി പാർട്ട് നോക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കണം, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നോക്കണം. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ടൈം ടേബിളിൻ്റെ കാര്യങ്ങളോട്ട് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം ടേബിളിലോട്ട് പോകാം. ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലൊരു റാങ്ക് എന്തായാലും കരസ്ഥമാക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പോർഷൻസും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. തിയറി പാർട്ടും കവർ ചെയ്യാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമേജിന് ബേസ്ഡ് അല്ലെങ്കിൽ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ കവർ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റാങ്കും നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനൊരു 25 ഡേയ്സിൽ ഒരു ടൈം ടേബിളാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് ടൈം ടേബിൾ തുടങ്ങുകയാണെങ്കിൽ 26th 27 നമുക്ക് ഫൗണ്ടേഷൻ പഠിക്കാൻ ഒരു 1.5 ദിവസമൊക്കെ മതി. കുറച്ചൊരു 500 ക്വസ്റ്റ്യൻസും ചെയ്ത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻറ്റ്സ് ഒക്കെ നോക്കി കഴിയാൻ വേണ്ടിയിട്ട് ഒരു 1.5 ദിവസമൊക്കെ മതി. കാരണം നമുക്ക് ഒരു മാസത്തോളം ഒരു 25 ദിവസം ഇനി മുന്നിലുള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഒരു ടൈം ടേബിൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ 26th and 27 ഫൗണ്ടേഷൻ നോക്കുക, ഫൗണ്ടേഷൻ്റെ തിയറി നോക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും ചെയ്ത് നോക്കാം. ഇനി 28, 29 2 ദിവസം കൊണ്ട് മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ കംപ്ലീറ്റ് ചെയ്യാം. ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ ഒരുപാട് കാര്യങ്ങൾ സെയിം ആണല്ലേ, പഠിക്കേണ്ട കാര്യങ്ങൾ ഏകദേശമൊക്കെ സെയിം ആണ്. അപ്പോൾ ഗൈഡുകൾ നോക്കിയാൽ നമ്മൾ പഠിപ്പിക്കുന്നതായാലും ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ ഏകദേശം സെയിം ആയതുകൊണ്ട് അത് നമുക്ക് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് മൈക്രോബയോളജി. ഇനി Med-Surgന് ഒരു 5-6 ദിവസം നമുക്ക് എടുക്കണം. കാരണം നമുക്ക് 8 സിസ്റ്റം ഉണ്ട്. നമ്മുടെ കാർഡിയോവാസ്കുലർ, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഗ്യാസ്ട്രോ, റെസ്പിറേറ്ററി, എൻഡോക്രൈൻ, ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം, മസ്കുലോസ്കെൽട്ടൺ, സ്കിൻ, ENT, അങ്ങനെയുള്ള എല്ലാ സിസ്റ്റവും നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ഒരു 5-6 ദിവസം വേണം. കാരണം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കണം, ഇമേജിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് മെഡിക്കൽ സർജിക്കൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെഡിക്കൽ സർജിക്കൽ ഒരു 30, 31, 1, 2, 3, 4 ഞാനൊരു 6 ദിവസമാണ് മെഡിക്കൽ സർജിക്കലിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള പോർഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ സർജിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ക്ലിയറായിട്ട് നന്നായിട്ട് പഠിച്ചോളണം. ഓക്കെ, ഒരു 6 ദിവസം കൊണ്ട് മൈക്രോബയോളജി അല്ല മെഡിക്കൽ സർജിക്കൽ എന്തായാലും കവർ ചെയ്യാൻ പറ്റും.
കാരണം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നതല്ല, ഓൾറെഡി നമ്മൾ ഏതെങ്കിലുമൊക്കെ എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് കാണും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കൽ പഠിച്ച നോട്ട് വെച്ച് റിവൈസ് ചെയ്യുക. പുതിയ നോട്ടുകൾ തപ്പി പോവാതെ, പുതിയ നോട്ടുകൾ എഴുതാതെ പഠിച്ച കാര്യങ്ങൾ, കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടൊക്കെ നമ്മുടെ കയ്യിൽ കാണും. അപ്പോൾ ആ നോട്ടൊക്കെ റിവൈസ് ചെയ്ത് നോക്കുക, ആ നോട്ടൊക്കെ ഒന്നുകൂടെ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ എയിംസിന് പഠിച്ചതോ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും എക്സാമിന് പഠിച്ചതായിട്ടുള്ള ഗൈഡ് ഏതാണ് അതെടുത്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനും ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി 5-6 ദിവസങ്ങളിൽ പീഡിയാട്രിക്സ് പഠിക്കാം. പീഡിയാട്രിക്സ് ഒരു ദിവസമൊക്കെ മതിയായിരിക്കും. പിന്നെ തിയറി വായിച്ച് തീർത്തതിന് ശേഷം ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യണമല്ലോ. അതുപോലെ തന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ദിവസം പറയുന്നത്. ഇനി 7-8 കമ്മ്യൂണിറ്റി വാസ്റ്റായിട്ടൊരു സബ്ജക്റ്റാണ്. നമ്മുടെ പീഡിയാട്രിക്സ് പോലെ പെട്ടെന്ന് കമ്മ്യൂണിറ്റി തീരത്തില്ലായിരിക്കും. ഇപ്പോൾ പീഡിയാട്രിക്സ് ഒരു 1.5 ദിവസം കൊണ്ട് തീരുവാണെങ്കിൽ ആ ദിവസം തന്നെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് നമ്മൾ നേരത്തെ കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പാടുള്ള സബ്ജക്റ്റ്, ചിലവർക്ക് ചില സബ്ജക്റ്റ് ഈസി ആയിട്ട് പഠിക്കാം, ചിലവർക്ക് ചില സബ്ജക്റ്റ് പഠിക്കാൻ പാടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൂടെ ഈ ടൈം ടേബിൾ ഒന്ന് നിങ്ങളുടെ ടൈം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് 9-10 ദിവസങ്ങളിൽ OBG പഠിക്കാം. OBGയും ഒരുപാട് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞിൻ്റെ ഫീറ്റൽ പൊസിഷൻസ്, അങ്ങനെയുള്ള ചില സയൻസ്, പ്ലാസൻഡ, അതുപോലെ തന്നെ സെഫാലോപെൽവി ഡിസ്പ്രൊപ്പോർഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ഇമേജസൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പോർഷൻസ് കുറച്ച് നന്നായിട്ട് തന്നെ നോക്കുക. ഇനി 11-12 ദിവസങ്ങളിൽ സൈക്കാട്രി പഠിക്കുക. ഇപ്പോൾ നിംഹാൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് സൈക്കാട്രി ഒന്നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ടോപ്പിക്ക് റിവൈസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസം മതിയായിരിക്കും. അപ്പോൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാത്തവർ എന്ത് ചെയ്യണം, സൈക്കാട്രി 2 ദിവസം എടുത്ത്, എസ്പെഷ്യലി അതിൻ്റെ ടെർമിനോളജീസ്, ഡിഫൻസ് മെക്കാനിസം, അത് കൺഫ്യൂഷൻ ആവുന്ന 2 പോർഷൻസാണ്, ഡിഫൻസ് മെക്കാനിസവും ടെർമിനോളജീസും. അപ്പോൾ അത് 2 പോർഷൻസും തെറ്റിപ്പോവാതെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഇനി 13, 14, 15 അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, എഡ്യൂക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ ഇച്ചിരി ടഫ് കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസം വീതം ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആണ്, ആ കൺസെപ്റ്റൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഈ ടൈം ടേബിളിന് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് 4 ദിവസമേ ഉള്ളൂ. ആ 4 ദിവസത്തിൽ 20 മാർക്കിൻ്റെ പോർഷൻ നമുക്കുണ്ട്. GK, അരിത്തമെറ്റിക് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ. ഒരു ദിവസം കോംപ്രിഹെൻസീവായിട്ട്, എക്സ്ക്ലൂസീവായിട്ട് അതിനു വേണ്ടി മാറ്റി വയ്ക്കണം. ഓക്കെ, കാരണം GKന്ന് 20 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെങ്കിലും ജസ്റ്റ് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. GK ആയിട്ട്, കറണ്ട് അഫേഴ്സ്, അങ്ങനെയുള്ള GK ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് കാണും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസോ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടാർഗറ്റ് ഹൈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ 6th എഡിഷൻ ആയാലും 5th എഡിഷൻ ആയാലും നന്നായിട്ട് GKയും ആപ്റ്റിറ്റ്യൂഡ് ലെവലിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കാം. ഇനി അടുത്ത ഒരു ദിവസം നമ്മൾ ഓൾറെഡി ഇമേജ് ബേസ്ഡ്, വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു പഠിച്ചു. ഇപ്പം ഗൈഡുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് എല്ലാ ഗൈഡുകളിലും ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓസോണിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, A1 ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുണ്ട്, ടാർഗറ്റ് ഹൈയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി പഠിക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഒരുപാട് പേര് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, അങ്ങനെ ആ ഒരു ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി പഠിക്കുന്നുണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെ കൂടെയും. അപ്പോൾ അതൊന്നുകൂടെ റിവൈസ് ചെയ്യുക. കാരണം നമ്മൾ ഇമേജൊക്കെ ഒരിക്കൽ കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയിരിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കണ്ട ഇമേജസൊക്കെ എന്ത് ചെയ്യണം, ഒന്നുകൂടെ നന്നായിട്ട് റിവൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി അടുത്ത 18-19 ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തെറ്റെന്തെങ്കിലും നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ, കാരണം നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു ബുക്കിൽ എഴുതി പഠിക്കണം. ഓക്കെ, ആ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ബുക്ക് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് പഠിച്ച് തുടങ്ങുന്നത് ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾ, കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ടോപ്പിക്ക്, കൺസെപ്റ്റ് എന്ത് ചെയ്യണം, ഒരു മിസ്റ്റേക്ക് ബുക്കിൽ എഴുതിയിടുക. അതിന് പേരിട്ട് കൊടുക്കുക, മിസ്റ്റേക്ക് ബുക്ക്. ആ ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏതൊക്കെ പോർഷനാണെന്ന് ഈ മിസ്റ്റേക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം.
ഒന്നുകിൽ ആ വലിയ കൺസെപ്റ്റൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പേരെഴുതി വെക്കുക, കൺസെപ്റ്റിൻ്റെ പേരെഴുതി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഏത് ബുക്കാണ് നമ്മൾ പഠിച്ചത് ആ ബുക്കിൻ്റെ പേരോ ഗൈഡാണെങ്കിൽ ഗൈഡിൻ്റെ പേജ് നമ്പറോ എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്യണം. പഠിച്ച എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഓടിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് സബ്ജക്റ്റ് തീർത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആ സബ്ജക്റ്റ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് 20-ാം തീയതി നമ്മുടെ എക്സാമാണ്. എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും. ഇനി ഇത് ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇനി ഞാൻ പറയുന്നത് ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം ഓരോരുത്തർക്കും കിട്ടുന്നത് വ്യത്യസ്തമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം നിങ്ങൾ സമയം കണ്ടെത്തി കവർ ചെയ്യണം. തിയറി എന്തായാലും ഒരിക്കലെങ്കിലും റിവൈസ് ചെയ്തിരിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഓരോ സിസ്റ്റം, ഇൻ കേസ് പീഡിയാട്രിക്സ് എടുക്കുക, പീഡിയാട്രിക്സിൻ്റെ തിയറി നോക്കിയിരിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു 300-400 പ്രീവിയസ് ക്വസ്റ്റ്യനെങ്കിലും വർക്കൗട്ട് ചെയ്തിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നുകിൽ വായിച്ചു വിടുക, സമയം കിട്ടിയില്ലെങ്കിൽ വായിച്ചു വിടുക. മാക്സിമം പറ്റുന്നത് ക്വസ്റ്റ്യൻ എഴുതി തന്നെ നോക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അത് ചെയ്ത് നോക്കിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് നെഗറ്റീവൊക്കെ അവോയ്ഡ് ചെയ്യാനും, അല്ലാതെ എങ്ങനെയാണ് ആ എക്സാം എഴുതേണ്ടത്, സമയം അഡ്ജസ്റ്റ് ചെയ്യാനും, എത്ര സമയം നമ്മൾ ആലോചിക്കണം, എത്ര സമയം ക്വസ്റ്റ്യൻ വായിക്കണം, എങ്ങനെ നെഗറ്റീവൊക്കെ അവോയ്ഡ് ചെയ്യാം, അതൊക്കെ നമുക്ക് പറ്റണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കണം. എന്തായാലും ഒരു 10-25 ദിവസമുണ്ട്. 25 സെറ്റ് ക്വസ്റ്റ്യൻസ് കാണാത്തതായിട്ട് ആരും കാണത്തില്ല. നമുക്ക് 1-2 ഗൈഡൊക്കെ കാണും. എന്തായാലും 1-2 റാങ്ക് ഫയൽസും ഗൈഡൊന്നും ഇല്ലാത്ത ആരും കാണത്തില്ല. അപ്പോൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ വീതമെങ്കിലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് ലൈവ്, ഓസോൺ, സോഡിയാക്, പിന്നെ ടാജിറ്റയുടെ നഴ്സിംഗ് നെസ്റ്റ് ലൈവ്, അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒരു ദിവസം 100 ക്വസ്റ്റ്യൻ എക്സാം എഴുതി നോക്കുക. എക്സാമായിട്ട് തന്നെ എഴുതി നോക്കണം. എക്സാമായിട്ട് എഴുതി നോക്കിയാൽ മാത്രമേ നമുക്കത് എത്ര നെഗറ്റീവ് വരുന്നുണ്ട് എന്നിട്ട് മാർക്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓരോ ദിവസത്തിനേക്കാളും ഇമ്പ്രൂവ് ചെയ്ത് വരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ഇനിയും എത്രത്തോളം നമ്മൾ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്ത് പോകണം. അപ്പോൾ ഇന്നലെ നോക്കിയത് ഇന്ന് ജസ്റ്റ് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും ദിവസവും ചെയ്യണം. 4 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ വർക്കൗട്ട്, ഒരു തിയറി നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എക്സാം എഴുതി നോക്കാം, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എന്ത് പറ്റും, നിങ്ങൾക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചു എന്നൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.